ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് യൂണിവേഴ്സ് ഗൈഡൻസ് ആണ് കേട്ടോ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് എന്താണ്? എയ്റ്റ് ഓഫ് സോട്സ് വന്നിട്ടുണ്ട്. ചാരിയറ്റ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. 7 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. 5 ഓഫ് പെന്റക്കിൾസ്, 10 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. എംപ്രസ് ആൻഡ് 7 ഓഫ് പെന്റക്കിൾസ്. കൂടുതലും പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. ടെമ്പറൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് ഏസ് ഓഫ് വാൻഡ്സ് ആണ്. 2 ഓഫ് വാൻഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. കൂടുതലും ഗൈഡൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് തന്നെ 8 ഓഫ് വാൻഡ്സ് സോട്സിൻ്റെ എനർജി ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങളുടെ ഒരു എനർജിയാണിത്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നെഗറ്റീവ് തോട്ട്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് നിരാശ വരിക, കൺഫ്യൂഷൻ ഉണ്ടാക്കുക, എന്ത് ഡിസിഷൻ എടുക്കണം എന്നൊരു ബുദ്ധിമുട്ടുണ്ടാവുക. ഇനിയിപ്പോൾ ഒരു ഡിസിഷൻ എടുത്താലും അതിൽ ഒരു തൃപ്തി തോന്നായിക, പരിഹാരം എന്താകും എന്നൊക്കെയുള്ളൊരു, എന്തെടുക്കണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ പോലെയുള്ള ഒരു അവസ്ഥ വരിക. അതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന് ചുറ്റും നടക്കുന്ന എന്തൊരു സിറ്റുവേഷനും ആകാം. ഓക്കെ, ഇവിടെ കൂടുതലായിട്ടും പെന്റക്കിൾസിൻ്റെ എനർജി വരുമ്പം ഫിനാൻഷ്യൽ ഇഷ്യൂസ് നേരിടുന്നവരെ കാണുന്നുണ്ട്. സോ ഇത് വളരെയധികം ഫിനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതാവുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു റിസൾട്ട് കിട്ടാത്തതായിരിക്കാം. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇവിടെ നിങ്ങൾ ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് അതിലൊരു റിസൾട്ട് കിട്ടാത്തത് പോലെയും അതുപോലെ അതിലൊരു തൃപ്തി തോന്നാത്തത് പോലെയാണ് കാണുന്നത്. ഓക്കെ, ബാലൻസ്ഡ് അല്ലാത്തത് പോലെ. അത് ചിലപ്പം നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾ കാരണമായിരിക്കാം നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഔട്ട് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സിറ്റുവേഷൻസ് ബേസ് ചെയ്തിട്ടായിരിക്കാം. ഓക്കെ, അപ്പം ഒന്ന് ഫിനാൻഷ്യലി കാണുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് നിങ്ങളെ ഓരോ തോട്ട്സിലേക്ക്, അതായത് ഒരുപാട് ചിന്തിച്ചിരുന്നു പോവുക, കുറേ നേരം ഇരുന്ന് ചിന്തിക്കുക, ആ ചിന്തകൾ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്ന പോലെ പിന്നെ നെഗറ്റീവ് തോട്ട്സിലേക്ക് എത്തുക. അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ എനർജിനകത്ത് ഇവിടെ കോമൺലി കാണുന്നത്. 7 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത് പോലെ. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ട് അതിലൊരു റിസൾട്ട് കിട്ടാത്തതായിരിക്കാം. മീൻസ് അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും നിങ്ങൾക്കെതിരെ വരാത്തതായിരിക്കാം. അപ്പം മെയിൻലി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, ഇവിടെ നിങ്ങൾക്ക് വരുന്ന ഗൈഡൻസ് ആണ് ടെമ്പറൻസ്. ഓക്കെ, ബാലൻസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു കാർഡ് നമുക്ക് ആദ്യം വരുമ്പോഴും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും തൃപ്തിയില്ലായ്മ, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് കാര്യങ്ങൾ എന്ത് വരികയാണെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പരിഹാരം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്, നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു മീനിങ് ആണ് ഇത് വരുന്നത്. സോ ബാലൻസ് ആണ് മെയിൻലി വന്നിട്ടുള്ളത്. നിങ്ങൾ എന്താണോ ബ്ലോക്ക് ചെയ്യുന്നത് അതിനെ നിങ്ങൾ ബാലൻസ് ചെയ്യുക. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ എംബ്രൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. സ്നേഹബന്ധങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നത്, ബ്ലോക്കുകൾ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ ബാലൻസ് ചെയ്യുക. ബാലൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളിപ്പം
ഇനിയിപ്പം റിയാക്ട് ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക, ആളുകളിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക, ഇമോഷണലി ബാലൻസ്ഡ് ആവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നിങ്ങൾ എന്താണോ ഇങ്ങനെ ഇതാക്കി നിർത്തുന്നത് അതിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് വെക്കാനാണ് പറയണത്. അത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് കണക്ട് ചെയ്യുന്നതായിട്ട് എടുക്കാം. പിന്നെ ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിന് എനർജി വന്നിട്ടുണ്ട്. ഫാമിലി പ്രോബ്ലംസ് ആണ് മെയിൻലി നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ഹാപ്പിനെസ് ഉറപ്പായിട്ടും വരും. നിങ്ങൾ ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ട് കാരണം ഫാമിലിയിൽ ഇഷ്യൂസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റി നിർത്തേണ്ടി വരുന്നു, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ആണ്. സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ് മെയിൻലി ഫാമിലിയുടെ കാര്യത്തിൽ നടക്കുന്നതെങ്കിൽ ഇവിടെ ഒരു സക്സസ് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി വരും എന്നുള്ളത് കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ഇപ്പം ഹസ്ബൻഡ് ഓർ വൈഫിൻ്റെ വീട്ടുകാരായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഒരുമിക്കുന്നതായിട്ട്, അതായത് പ്രശ്നങ്ങൾ സോൾവ് ആവുന്നതായിട്ടാണ് കാണുന്നത്. സോ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വറി ചെയ്യേണ്ട കാര്യമില്ല. 7 ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പോകുന്ന ഒരാളാണ്, മുന്നോട്ട് ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോ കാര്യത്തിലും ഒറ്റയ്ക്കാണ് ഹാർഡ് വർക്ക് കൊടുക്കൽ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്താലും നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് അതിനായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് വിക്ടറി കിട്ടും. പക്ഷെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ചിലപ്പം സ്ട്രഗിളിംഗ് ആയിട്ട് തോന്നിയേക്കാം. നൈറ്റ് ഓഫ് വാൺസിന് എനർജി വന്നിട്ടുണ്ട്. നിങ്ങളിപ്പം എന്തെങ്കിലും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുക, അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ എന്തെങ്കിലും ഒരു ചിലപ്പോൾ ആപ്ലിക്കേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാനുള്ള എന്തെങ്കിലും അവസരങ്ങളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് കിട്ടും എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് നടന്ന് കിട്ടും എന്നുള്ളത് കാണുന്നുണ്ട്. ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ മാത്രം സ്റ്റെബിലിറ്റി, നിങ്ങൾ വളരെ ലോ ആയിരിക്കുന്നത് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരും എന്നുള്ളത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ശരിയാണ്. പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ അറ്റ് ലാസ്റ്റ് ഫൈനലി നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾക്കതിലൊരു ടെൻഷൻ വേണ്ട എന്നുള്ള കാര്യമാണ് നമ്മൾ മെയിൻലി കാണുന്നത്. ഏസ് ഓഫ് വാൺസും അത് തന്നെയാണ് പറയുന്നത്. സക്സസിൻ്റെ കാർഡുകളാണ്, പക്ഷേ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന പ്രശ്നങ്ങളും അത് നമ്മളിപ്പോൾ ഒരു കാര്യം ഒരുപാട് നാൾ ഇങ്ങനെ ആവർത്തിച്ച് നേരിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് വരും, അല്ലെങ്കിൽ നമുക്ക് അത് കിട്ടില്ല എന്നുള്ളൊരു ഹോപ്പായിരിക്കും നമുക്ക് വരിക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അവസാനം നിങ്ങൾ അതിലേക്ക് തന്നെ എത്തിപ്പെടും എന്നുള്ളതാണ് മെയിൻലി നമ്മളിവിടെ കാണുന്നത് കേട്ടോ. അപ്പം സിറ്റുവേഷൻസ് എപ്പോഴും ഈസി ആയിട്ട് ഫേസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കത് ഈസി അല്ലാതെ തോന്നുമ്പോഴാണ് ബുദ്ധിമുട്ടായി തോന്നുകയും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്യുകയും നമ്മളത് നിർത്തി വെക്കുകയും വേറൊന്നിലേക്ക് പോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഈസി ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പോൾ ചെറിയൊരു റീഡിംഗ് ആയിരുന്നു. നിങ്ങൾക്കുള്ള മെയിൻലി ഉള്ള ഗൈഡൻസ് ആണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രഗിളിങ് സിറ്റുവേഷൻസിനെ ഈസി ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ബാലൻസ്ഡ് ആണ് നമുക്ക് മെയിൻലി വേണ്ടത്. ഒന്നും അധികം അങ്ങോട്ട് എക്സ്പ്രസ്ഡ് ആവേണ്ട കാര്യമില്ല, എന്നാൽ ഇങ്ങോട്ട് സ്വീകരിക്കേണ്ട കാര്യമില്ല. ഒരു ബൗണ്ടറി എപ്പോഴും വേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിപ്പം ഫ്രണ്ട്സിൻ്റെ ഇടയിലായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കരിയറായിട്ട് റിലേറ്റഡ് ആണെങ്കിലും എന്തിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും ഒരു ബൗണ്ടറി നല്ലതാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിലെ പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ഒരു സബ് ചെയ്യുക കേട്ടോ.